നമസ്കാരം. ലൂസ് ടോക്കിലേക്ക് സ്വാഗതം. നമസ്കാരം. എന്തായി മുഖ്യമന്ത്രി തെരഞ്ഞെടുപ്പ്? മുഖ്യമന്ത്രി തെരഞ്ഞെടുപ്പല്ല, മുഖ്യമന്ത്രി തെരഞ്ഞെടുപ്പ് മന്ത്രിസഭാ രൂപീകരണം നമ്മുടെ ഉദ്ദേശപരം വല്ല പ്രശ്നമില്ലെന്നാണ് തോന്നുന്നത്. കാര്യം മൊത്തത്തിൽ ഒരു എല്ലാവരും കൂടെ ഒരു സ്മൂത്തായെന്ന് തോന്നുന്നു. എന്തായാലും രമേശ് ചെന്നിത്തലയും വി ഡി സതീശനും അതുപോലെ കെ സി വേണുഗോപാലും എല്ലാവരും ഒരു പഴക്കം മാറിയ ഒരു അവസ്ഥയിലേക്ക് തോന്നുന്നു. അതിന്റെ കാരണം പറയാം. ഒന്ന്, ഇന്നത്തെ ചാനലുകളുടെ മുഴുവൻ ഞാൻ രാവിലെ മുതൽ കാണുക, നമ്മുടെ ഏഷ്യാനെറ്റ് അടക്കം, നമ്മുടെ എന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. ഏഷ്യാനെറ്റിന് പക്ഷേ പ്രേക്ഷകർക്കിടയിൽ ഒരു മൈലേജ് കിട്ടുന്നുണ്ട്, അതുകൊണ്ട് വിട്ടു. അതായിക്കോട്ടെ, ഏഷ്യാനെറ്റ് ആയതുകൊണ്ട് നമുക്ക്. ഇത് റിപ്പോർട്ടർ ചാനലായിരുന്നു, ഇന്നത്തെ പോലെ റിപ്പോർട്ടർ ആയിരുന്നു. ഇന്നത്തെ പോലെ ഏഷ്യാനെറ്റ് റിപ്പോർട്ട് ചെയ്ത് ഞാൻ ചീത്ത വിളിച്ചേനെ. ഏഷ്യാനെറ്റ് നമ്മൾ പുറത്തു. കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിന്റെ മൈലേജ് ഏഷ്യാനെറ്റ് കിട്ടും, നമുക്ക് കുഴപ്പമില്ല. യഥാർത്ഥത്തിൽ ഈ ചാനലുകളൊക്കെ വരുന്നതുമായിട്ട് യാതൊരു വാസ്തവം. വളരെ കൃത്യമായൊരു സംഗതി എന്താണെന്നറിയുമോ? ഇവിടുത്തെ ഒരു റേസ് എന്ന് പറയുന്നത് മുഖ്യമന്ത്രിക്ക് വേണ്ടായിരുന്നു. ആ മുഖ്യമന്ത്രി റേസിൽ ഇപ്പോൾ പലരും ചോദിക്കുന്നുണ്ട്, ഇവിടെ വലിയ വികാരം, പൊതുജന വികാരം, പൊതുസമൂഹം ഒക്കെ നിന്നത് വി ഡി സതീശനാണ്. പക്ഷെ നമ്മൾ എന്തുകൊണ്ട് അത്ര ആവേശം കാണിച്ചില്ല എന്ന് പലരും പറയും. അത് പറഞ്ഞു. അപ്പം അതിൻ്റെ അകത്തുള്ളൊരു കാരണം എന്ന് പറയുന്നത്, നമ്മുടെ സോഴ്സ് എന്ന് പറയുന്നത് കറക്റ്റായിരുന്നു. ഒരു കാരണവശാലും വി ഡി സതീശൻ മുഖ്യമന്ത്രി ആവില്ല എന്നായിരുന്നു രാഹുൽ ഗാന്ധിയുടെ തീരുമാനം, ഹൈക്കമാൻഡിൻ്റെ തീരുമാനം, KPCCയുടെ തീരുമാനം, MLA മാരുടെ. അതായത് സാധാരണഗതിയിൽ ഒരു ലോജിക്കിൽ ഈ ലോകത്തുള്ള എങ്ങനെ നടക്കുന്നു അതനുസരിച്ച് മുഴുവൻ KC വേണുഗോപാലാണ്. കേരളത്തിൽ ഒരു മുഖ്യമന്ത്രിയുടെ തെരഞ്ഞെടുപ്പിൽ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാവത്തില്ല. ഇനി അവസാനം നമ്മൾ രമേശ് ചെന്നിത്തലയുടെ സാധ്യത പറയാൻ കാരണം, ഈ KC വേണുഗോപാലിന് ഉള്ള പിന്തുണ, അതായത് AICCയുടെ പിന്തുണ, ഹൈക്കമാൻഡിന്റെ പിന്തുണ, MLA മാരുടെ പിന്തുണ, KPCCയുടെ പിന്തുണ, ഈ പിന്തുണയെ മറികടക്കുന്ന തരത്തിൽ ജനവികാരം ശക്തിപ്പെട്ടാൽ KC വേണുഗോപാൽ ഒരു കോംപ്രമൈസ് സ്ഥാനാർത്ഥിയാണ് രമേശ് ചെന്നിത്തലയെ പിന്തുണയ്ക്കുന്നത് നമ്മുടെ കണക്കൂട്ട്. നമ്മൾ അങ്ങനെയാണ് അന്ന് പലരും പറയാറുണ്ട്, നമ്മുടെ കണക്കൂട്ടിൽ ഒന്നും പൊതുവെ തെറ്റാറില്ല, നമ്മുടെ നിഗമനം എന്താണ്, ഇത് തെറ്റി മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി. അതിന് കാരണം നമ്മുടെ കണക്കൂട്ടിൽ ശരിയായിരുന്നു. പക്ഷേ പറ്റിപ്പോയത് എന്താണെന്ന് വെച്ചാൽ, KC വേണുഗോപാൽ ഇന്നലെ രാവിലെ വെളിയിലിറങ്ങി, മിനിഞ്ഞാന്ന് രാവിലെ വീട്ടിൽ നിന്നും വിമാനത്താവളത്തിലേക്ക് ഇറങ്ങുന്നത് വരെ KCയുടെ വിചാരം KCയാണ് മുഖ്യമന്ത്രി എന്നാണ്. അതിനുശേഷം രാഹുൽ ഗാന്ധി അത് കഴിഞ്ഞ് വിളിപ്പിച്ചു. രാഹുൽ ഗാന്ധി വിളിപ്പിച്ച് വീട്ടിലെത്തുമ്പോൾ പറയുമ്പോഴാണ് KC വേണുഗോപാൽ ഈ ഷോക്കർ. KC വേണു ചിന്തിക്കാൻ പറ്റുന്നില്ല. കാരണം രാഹുൽ എല്ലാ കാര്യങ്ങളും KCയോട് ആലോചിച്ചിട്ട് ചെയ്ത്. അത്ര അടുപ്പാണ്. ഹൈക്കമാൻഡ് എന്നത് രാഹുലും KCയും കാർഗയാണ്. ഇനി അമ്മയും പെങ്ങളും രാഹുലും KCയോട് അടുപ്പമാണ്. അപ്പോൾ ഒരിക്കലും ഈ അട്ടിമറി വിചാരിച്ചില്ല. ഈ അട്ടിമറി നടന്നത്, ഒരുപാട് ശ്രമം നടന്നു. ഈ അട്ടിമറി നടന്നത് ജനവികാരം ഒരു വശത്ത് ശക്തമാണെങ്കിലും ലീഗിന്റെ ശക്തമായ ഇടപെടൽ തന്നെയാണ്. അപ്പൊ അത്തരമൊരു സാഹചര്യത്തിലാണ് നമ്മുടെ ആ ഒരു പ്രവചനം പഴിച്ചു പോയത്. അതിന്റെ അർത്ഥം നമ്മൾ വി ഡി സതീശനെതിരാണെന്നല്ല. അങ്ങനെ പലരും അല്ല, ഒരിക്കലും വി ഡി സതീശനെതിരാവേണ്ട കാര്യം നമുക്കില്ല. പക്ഷെ യാഥാർത്ഥ്യം അതായിരുന്നു. പക്ഷെ അവസാന നിമിഷത്തെ അട്ടിമറിയിലാണ് ആ യാഥാർത്ഥ്യം തിരിച്ചു. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് പിണറായി തന്നെ എങ്ങനെ ഇവിടെ ഓടിച്ചു വിടാം എന്ന് മാത്രമല്ല, ഈ വി ഡി സതീശൻ ഇത്രയും വലിയ ഒരു ജനകീയ നേതാവായി മാറുന്നതിന് വലിയൊരു ഘടകം നമ്മൾ എടുത്തിട്ടുണ്ട്. തീർച്ചയായും പ്രസംഗങ്ങളും വിഷയങ്ങളും ഒക്കെ നമ്മൾ പോട്ടെ. പിന്നെ എനിക്കിതിനകത്തും വലിയ അത്ഭുതമൊന്നുമില്ല. കാരണം AICCയുടെ ജനറൽ സെക്രട്ടറിയായ, സംഘടനാ ചുമതലയായ ജനറൽ സെക്രട്ടറിയായ KC വേണുഗോപാലിനെയും ഇവിടുത്തെ കോൺഗ്രസ്സുകാരുടെ സൂപ്പർ ഹീറോയായി അറിയപ്പെട്ടിരുന്ന ഷാഫി പറമ്പിലിനെയും ഒരിക്കലും ദോഷപ്പേര് കാണിച്ച് കേൾപ്പിച്ചിട്ടില്ലാത്ത മാത്യു കൊഴുനാടിനെ ഒക്കെ കോൺഗ്രസ്സുകാർ ചീത്ത വിളിക്കുമ്പം എന്നെ ചീത്ത വിളിക്കുന്ന അത്ഭുതമുണ്ട്. പക്ഷേ ഒരു കാര്യത്തിൽ എനിക്ക് സന്തോഷമുണ്ട്. സന്തോഷം എന്ന് പറഞ്ഞാൽ ശരിയല്ല, നമ്മൾക്ക് സന്തോഷിക്കേണ്ട കാര്യമൊന്നുമില്ല. കാരണം ഈ 3 പേരിൽ ആര് മുഖ്യമന്ത്രി ആയാലും ആര് ആഭ്യന്തരമന്ത്രി നമ്മളെ ബാധിക്കത്തില്ല. പക്ഷേ നമ്മൾ വീണ്ടും റിസ്ക് എടുത്ത് പറഞ്ഞിരുന്നു വി ഡി സതീശൻ ആഭ്യന്തരമന്ത്രി ആവില്ലെന്ന്. അന്ന് വി ഡി സതീശൻ ക്യാമ്പും അങ്ങനെ പറഞ്ഞിരുന്നു. അപ്പൊ ഇന്നത്തെ അവസ്ഥ ചാനലുകൾ മുഴുവൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ശരിയല്ല. അവർ പറയുന്നു ഒന്ന്, ആഭ്യന്തരമന്ത്രി സ്ഥാനം രമേശ് ചെന്നിത്തല ഇല്ല എന്നാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. 2, വൈകുന്നേരം ഏഷ്യാനെറ്റ് റിപ്പോർട്ട് ഞാൻ കണ്ടു, വി ഡി സതീശന് അനുനയം ഫലിച്ചു, അതുകൊണ്ട് KC മന്ത്രിസഭയിലേക്ക് വരുന്നു. രമേശ് ചെന്നിത്തല വരുന്നു. പക്ഷെ വിചിത്രമായ സംഗതി എന്താണെന്ന് വെച്ചാൽ, രമേശ് ചെന്നിത്തല മന്ത്രിസഭയിൽ ഇല്ല എന്ന് പറഞ്ഞു എന്ന് പത്രവാർത്തകളേ ഉള്ളൂ. അദ്ദേഹം പറഞ്ഞിട്ടില്ല. മാത്രമല്ല അദ്ദേഹം പ്രതികരിച്ചതുമില്ല. അദ്ദേഹം പോവുകയും ചെയ്തു, ഗുരുവായൂരത്തേക്ക് പ്രതികരിച്ചിട്ടില്ല. ശരിക്കും പറഞ്ഞാൽ എനിക്ക് തോന്നിയിട്ടുള്ളൂ അദ്ദേഹം ചെയ്ത വളരെ ബുദ്ധിപരമായ നീക്കമാണ്. അന്ന് അദ്ദേഹം ഒരു പക്ഷേ പെട്ടെന്ന് ആ ഒരു ഷോക്കിലോ മറ്റോ വൈകാരികമായി ഈ ക്യാമറകൾക്ക് മുമ്പ് സംസാരിച്ചിരുന്നുവെങ്കിൽ പിന്നെ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയത്തിൽ ഉടനീളം ബാധിക്കുമായി മാറും. അപ്പൊ ഒന്ന്, അദ്ദേഹം പറഞ്ഞിട്ടില്ല. 2, അദ്ദേഹം ഗുരുവായൂർ പോയി പിറ്റേ ദിവസം തിരിച്ചു വന്നതിന്റെ അർത്ഥം തിങ്കളാഴ്ചത്തെ
സത്യപ്രതിജ്ഞാചടങ്ങിന്റെ ഭാഗമായി നിൽക്കാൻ, അല്ലെ അദ്ദേഹത്തെ പോയി ആരും കൂട്ടിക്കൊണ്ടുവരണമായിരുന്നു. അതെ അതെ. അപ്പൊ അദ്ദേഹത്തിന് മുമ്പിൽ ഫസ്റ്റ് ഓപ്ഷൻ എന്ന് പറഞ്ഞ മുഖ്യമന്ത്രിയായിരുന്നു, സെക്കൻഡ് ഓപ്ഷൻ ആഭ്യന്തരമന്ത്രിയാണ്. അപ്പൊ ഫസ്റ്റ് ഓപ്ഷൻ നഷ്ടപ്പെട്ടു. ഒരു വിശ്വാസം എന്നുള്ള നിലയിൽ ഗുരുവായൂരപ്പനെ മുന്നിൽ ചെന്ന് അദ്ദേഹം ഒന്ന് പ്രാർത്ഥിച്ച് കഴിയുമ്പോഴത്തേക്ക് അദ്ദേഹത്തിന് അദ്ദേഹം ഒരു മനസ്സിന് ഒന്ന് കൂളായി കാണും. ഇനി ഇതിനൊരു പൊളിറ്റിക്സ് കൂടെ ഉണ്ട്. അത് ഞാൻ കഴിഞ്ഞ ദിവസം ആരുടെ ഒരു പോസ്റ്റ് കണ്ടപ്പോൾ ശ്രദ്ധിച്ചു. വളരെ ഗൗരവമുള്ള ഞാൻ എൻ്റെ വീഡിയോ പറഞ്ഞിരുന്നു. അതായത് ഈ ഗുരുവായൂരപ്പനെ കാണാനുള്ള പോക്കിന്റെ പിന്നിൽ ഒരു മത പൊളിറ്റിക്സ് ഉണ്ട്. കെ കരുണാകരൻ പണ്ട് അല്ലല്ല, അതൊന്നും അല്ല. വി ഡി സതീശനെ മുഖ്യമന്ത്രിയാക്കിയത് മുസ്ലിം ലീഗും മുസ്ലിം പൊളിറ്റിക്സുമാണ്. ഞാൻ ഗുരുവായൂരപ്പന്റെ ആളാണ് എന്ന് വരുത്തി തീർക്കാൻ വേണ്ടി ഉള്ള ഒരു നാടകീയ നീക്കം കൂടിയാണ്. ഭയങ്കര നമ്മൾ വിചാരിക്കാത്ത സൈക്കോളജിക്കലായിട്ട് സാധനമാണ്. അത് ശരിയാണ്. ഞാൻ കരുതിയത് കരുണാകരൻ അല്ല, ഒരു സൈക്കോളജിക്കൽ ഇതാണ്. നേരെ ഗുരുവായൂരപ്പനെ കാണാൻ പോകുന്നു, ഗുരുവായൂരപ്പനെ കാണുന്നു. ഈ സമയത്തുണ്ടാകുന്ന ഒരു ഷിഫ്റ്റ് ഉണ്ട്. അതായത് ഹിന്ദു പൊളിറ്റിക്സും ഇസ്ലാം പൊളിറ്റിക്സും ഷിഫ്റ്റ് ഉണ്ട്. കോൺഗ്രസ് പാർട്ടിക്കകത്തും ഈ അണികൾക്കിടയിലും ഉണ്ടാകുന്ന ഒരു ഷിഫ്റ്റ് ഉണ്ട്. ആ ഷിഫ്റ്റ് ലക്ഷ്യമാക്കി പോയത് തന്നെയാണ്. പക്ഷേ ഈ കെ സി വേണുഗോപാൽ മനസ്സിൽ കണ്ടപ്പം സതീശൻ മാനത്ത് കണ്ടു. എന്ത് ചെയ്യുന്നറിയാവോ? പകരം തിരിച്ചടിച്ചത് നേരെ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലേക്ക് പോയി. സതീശൻ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ സ്ഥിരം പോകുന്ന നമ്മൾ കേട്ടിട്ടുണ്ടോ? ഞാൻ കണ്ടിട്ടില്ല ഒരിക്കലും. നമ്മൾ കേട്ടിട്ടില്ല, പലപ്പോഴും പോകുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് ഗുരുവായൂര്. പക്ഷെ എന്നാലും സ്ഥിരമല്ല. പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ സതീശൻ പോകുന്നത് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. അപ്പം സതീശന്റെ ബുദ്ധി എന്ന് പറഞ്ഞാൽ നിസ്സാര ബുദ്ധിയല്ല, തലസ്ഥാനത്തിന്റെ ദൈവമാണ്. അപ്പൊ തന്നെ അതായത് പിടികിട്ടി. ഇവിടെ രമേശിന്റെ നീക്കം ഗുരുവായൂരപ്പനെ പോയി പിടിക്കുന്നത് ഈ നീക്കമാണെന്ന് തിരിച്ചറിയും. രാഷ്ട്രീയത്തിൽ നീക്കം എങ്ങനെയാണ്? നമ്മൾ വിചാരിക്കുന്നതിനൊക്കെ അപ്പുറത്തേക്കാണ് രാഷ്ട്രീയ നീക്കങ്ങളെന്ന് പറഞ്ഞാൽ ഭയങ്കരമാണ്. കെ കരുണാകരൻ സിദ്ധി ഉണ്ടാകുന്ന കാര്യങ്ങൾ എങ്ങനെയാണ് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ആഭ്യന്തരമന്ത്രിയാവുന്നത്? വിജിലൻസിൽ ഒരു കേസ് വളരെ കൃത്യമായി, അതായത് മുഖ്യമന്ത്രി ആവാൻ ആഗ്രഹം രമേശ് ചെന്നിത്തലയ്ക്കുണ്ട് 2011. അതെ. പക്ഷേ ഉമ്മൻചാണ്ടിക്കാണ് നടക്കുന്നത്, ഉമ്മൻചാണ്ടിയാണ് ആവേണ്ടത്. അദ്ദേഹം പറയുന്നത് ഞാൻ മാറുകയാണ്, അദ്ദേഹം സീനിയർ ആണെന്ന് പറയുന്നത് 2011. പക്ഷെ അപ്പോൾ പോലും പുള്ളി മന്ത്രിസഭയിൽ നിൽക്കാതെ മാറി നിന്നു. കെ പി സി തുടരുകയായിരുന്നു. ഈ കെ പി സി പ്രസിഡന്റ് മാറി നിന്നിട്ട് പുള്ളി കരുക്കൾ നീക്കിയിരുന്നു. ഈ കരുക്കൾ നീക്കലിന്റെ ഭാഗമാണ് ഒരു പരിധിയുടെ വിജിലൻസ് കേസ് ഉണ്ടാകുന്നത്. വിജിലൻസ് കേസ് ഉണ്ടായപ്പോൾ പെട്ടെന്ന് പിടികിട്ടി രമേശ് ചെന്നിത്തല മന്ത്രിസഭയിൽ കയറും, ആഭ്യന്തരം കൊടുക്കേണ്ടി വരും. അതിനാണ് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ആഭ്യന്തരം കൊടുക്കുന്നത്. ഇത് കരുക്കൾ എന്ന് പറയുന്നത് ഭയങ്കര ചെസ് കളിയാണ്. പിന്നെ സുകുമാരൻ നായരുടെ എന്റെ പേടിപ്പിക്കലിൽ ആവശ്യപ്പെട്ടു കെ പി സി പ്രസിഡന്റ് തന്നെ ആക്കണമെന്ന് പറഞ്ഞു. അവിടെ നിവൃത്തിയില്ലാതാക്കിയതാണ്. അതിനനുഭവിച്ചു. അതിനാണല്ലോ പിന്നീടുണ്ടായ സംഭവങ്ങളെല്ലാം. അപ്പൊ ഈ ഒരു സംഭവം ഞാനിവിടെ പറഞ്ഞു വരാൻ ഉദ്ദേശിക്കുന്ന കാര്യം, രമേശ് ചെന്നിത്തല മുഖ്യമന്ത്രി സ്ഥാനത്തൊന്നും മാറിയപ്പോൾ തന്നെ തീരുമാനമായതാണ് രമേശ് ആഭ്യന്തരമന്ത്രി ആകുമെന്ന്. സതീശൻ പരിശ്രമിച്ചു നോക്കി ആഭ്യന്തരമന്ത്രി പദവിക്ക് വേണ്ടിയിട്ട്. കാരണം സതീശൻ അറിയാം ആഭ്യന്തരമന്ത്രി പദവി ഇല്ലെങ്കിൽ, പ്രത്യേകിച്ച് രാഷ്ട്രീയ ശത്രു ആഭ്യന്തരമന്ത്രി പദവിയിൽ ഇരുന്നാൽ കുഴപ്പമില്ല. പക്ഷെ സതീശന്റെ പ്രിഫറൻസ് പറഞ്ഞ മുഖ്യമന്ത്രിയായിരുന്നു. അത് കിട്ടി, അത് നേടിയെടുത്തു. അപ്പൊ സതീശൻ ആഗ്രഹിച്ചു, സതീശൻ ആരാധകർ അത് ഉറപ്പാണെന്ന് വിശ്വസിച്ചു. സതീശൻ പരിശ്രമിച്ചെങ്കിലും ഈ കാര്യത്തിൽ എനിക്ക് അന്ന് തന്നെ കൃത്യമായ ഇൻഫർമേഷൻ ഉണ്ട്. രാഹുൽ ഗാന്ധി സതീശനോട് പറഞ്ഞത്, അതായത് ആദ്യം ഒന്നും പറഞ്ഞില്ല. ആദ്യം രമേശിനെ അനുനയിപ്പിക്കാൻ തീരുമാനിക്കുന്നു, രമേശ് അനുനയിപ്പിക്കപ്പെടുന്നു. അപ്പൊ രമേശ് ഡിമാൻഡ് വെച്ചു, പല ഡിമാൻഡ്. ഒന്ന് കെ പി സി പ്രസിഡന്റായിട്ട് വാഴക്കണം, പലരെ മന്ത്രി വെക്കണം, ആഭ്യന്തരമന്ത്രി. ഈ ഡിമാൻഡൊക്കെ വെക്കുമ്പോഴും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ആഭ്യന്തരമന്ത്രി എന്ന പദവി രമേശിനാണെന്നുള്ള കാര്യം തീരുമാനിച്ചിരുന്നു. കാരണം ഞാൻ വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കുന്നത്, സതീശൻ പരമാവധി ശ്രമിച്ചു. പക്ഷെ രാഹുൽ ഗാന്ധി കൃത്യമായി സതീശനോട് പറഞ്ഞു, എന്താണോ രമേശിന് ആഗ്രഹിക്കുന്ന പോർട്ട്ഫോളിയോ അത് കൊടുത്തേക്കണം. അതിനകത്ത് ചർച്ചയില്ലെന്ന് രാഹുൽ ഗാന്ധി കൃത്യമായിട്ട് പറഞ്ഞു. അല്ല, അതൊക്കെ ഒരു കാവ്യനീതിയാണ്. ഒരു സീനിയർ നേതാവാണ്. അദ്ദേഹത്തെ പോലെ ഒരാളിൻ്റെ അടുത്ത് ഒരിക്കലും അങ്ങനെ ഒഴിവാക്കാൻ പറ്റില്ല അദ്ദേഹം. അപ്പോൾ ഇവിടെ ആഭ്യന്തരമന്ത്രി സ്ഥാനം കൊടുക്കുമോ കൊടുക്കത്തില്ലേ, ചർച്ച ചെയ്യുമ്പോൾ സ്വീകരിക്കുന്ന ചർച്ചയ്ക്കകത്ത് പ്രസക്തിയില്ല. അതൊക്കെ നേരത്തെ തീരുമാനിച്ചതാണ്. രമേശ് മന്ത്രിസഭയിൽ ഉണ്ടാവാനും ആഭ്യന്തരമന്ത്രി പദവി തുടരാനും നേരത്തെ തീരുമാനിച്ചതാണ്. ഇപ്പോഴും ആളുകൾക്ക് ആശയക്കുഴപ്പം, ഒരു ആശയക്കുഴപ്പം വേണ്ട. രമേശൻ മാത്രമേ വിചിത്രമായ കാര്യം, എൻ്റെ അടുത്ത് പലരും ചോദിക്കുന്നുണ്ട്, മുഖ്യമന്ത്രിക്കല്ലേ ആഭ്യന്തരമന്ത്രി സ്ഥാനം? കേരളത്തിലെ എല്ലാ മുഖ്യമന്ത്രി ആഭ്യന്തര കൈകാര്യം വെച്ചിട്ടില്ല. അത് അല്ല, ഇതിനകത്തുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ അതൊരു ലോജിക്കാണ്. നമ്മൾ ഇതിനകത്തൊരു കാര്യം പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇപ്പം എവിടെയാണ് ഞാൻ പറഞ്ഞു ഉമ്മൻചാണ്ടി ആഭ്യന്തര വകുപ്പ് നഷ്ടപ്പെടുത്തുന്നത് രാഷ്ട്രീയ നീക്കങ്ങൾക്കൊടുവില്ല. ആഭ്യന്തരമന്ത്രിയായിട്ട് തന്നെ കയറിയത്. അതെ. പിന്നെ ആഭ്യന്തരമന്ത്രി പദവി ഇല്ലാതെ പഴയ കാലം വിട്. അതെ.
പഴയെന്ന് പറഞ്ഞാൽ പണ്ട് പരസ്പരം ബഹുമാനവും പരസ്പര സഹകരണവും ഉള്ള ഇപ്പൊ EMS മന്ത്രിസഭയിൽ പോലും ആഭ്യന്തരമന്ത്രി വി ആർ കൃഷ്ണയ്യരായിരുന്നു. അച്യുതാനന്ദന്റെ മന്ത്രിസഭയിൽ കെ കരുണാകരനായിരുന്നു. ശങ്കർ മന്ത്രിസഭയിൽ പി ടി ചാക്കോ ആയിരുന്നു മന്ത്രി. അതിങ്ങനെ നോക്കുമ്പോൾ ഒരുപാട് വ്യത്യാസം അതിൽ വരുന്നുണ്ട്. അത്തരം ഒരു സാഹചര്യം ഉണ്ടായിരുന്നെങ്കിലും പക്ഷേ കെ കരുണാകരനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് ആഭ്യന്തര വകുപ്പ് വിടാൻ 82 കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അത് വയലാറെ കൊടുത്തു കഴിഞ്ഞു. പിന്നീട് അദ്ദേഹം പ്രതിച്ഛായ മെച്ചപ്പെടുത്തലിന്റെ പേരിൽ വകുപ്പ് തിരിച്ചു വാങ്ങിച്ചു. അതായത് കരുണാകരന്റെ കാലം മുതൽ ആഭ്യന്തരമന്ത്രി വലിയ പദവിയായി മാറി. ഈ വലിയ പദവി ഇല്ലെങ്കിൽ ആ സർക്കാരിന്റെ നിലനിൽപ്പിനെ ബാധിക്കുന്ന രാഷ്ട്രീയ സാഹചര്യം ഉണ്ടായി. അപ്പൊ അതുകൊണ്ട് ഇപ്പൊ തന്നെ നോക്കൂ, ഇപ്പം ആഭ്യന്തരമന്ത്രി പദവി കൊടുത്തു, ഈ രമേശ് ഫൈനലായിട്ടില്ല, കൊടുക്കും തീർച്ചയായും. അപ്പൊ അതിനോടത്ത് കുറെ ആവശ്യങ്ങൾ വെച്ചിട്ടുണ്ട്. IC ബാലകൃഷ്ണനെയും പിന്നെ അൻവർ സാദത്തിന് പിന്നെ വേറെ TJ വിനോദ്. പക്ഷെ ഈ TJ വിനോദും IC ബാലകൃഷ്ണനാവും ഞാൻ കരുതുന്നില്ല. അൻവർ സാദത്ത് ആവാം. 1 2 മുസ്ലിം സ്ഥാനാർത്ഥികളുള്ളത് അതൊരു വിഷയമാണ്. കാരണം ലീഗിന്റെ ഒരു 4-5 പേര് മന്ത്രിയുടെ സാധ്യതയുള്ളൂ. 5 മന്ത്രി, കോൺഗ്രസിന് ഒരാളുടെ സാധ്യത, ഒരാൾക്കേ സാധ്യതയുള്ളൂ. ഈ ഒരാൾക്കേ ഉള്ളപ്പോഴും അതിന് കൂടുതൽ സാധ്യത സിദ്ദിഖിനായിരുന്നു. പക്ഷേ രമേശ് ചെന്നിത്തല അൻവർ സാദത്തിന് വേണ്ടി ശക്തമായ നിലപാടെടുത്താൽ സിദ്ദിഖിന്റെ ചാൻസ് നഷ്ടപ്പെടാം. കാരണം കൂടുതൽ തവണ MLA സീനിയർ MLA എന്നുള്ള നിലയിലുള്ളത് അൻവർ സാദത്താണ്. പിന്നെ രമേശിന്റെ ആളുമാണ്. അതെ. പക്ഷെ TJ വിനോദിനെയും പിന്നെ ആരെയാ പിന്നെ പറഞ്ഞ ഒരാളെ IC ബാലകൃഷ്ണൻ ആക്കാനുള്ള സാധ്യതയില്ല. കാരണം നമ്മൾ നോക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഇവര് ഈ മന്ത്രിമാരാവണ്ടേ. ഇവർ ഞാൻ പറഞ്ഞ ഉദാഹരണത്തിൽ നിങ്ങൾ നോക്കൂ, തിരുവനന്തപുരം മന്ത്രിയാക്കാതിരിക്കാൻ പറ്റുമോ? അതെ. കെ മുരളീധരനെ മന്ത്രിയാക്കാതിരിക്കാൻ പറ്റുമോ? നടക്കൂല. രമേശ് ചെന്നിത്തല ആഭ്യന്തരമന്ത്രി ആയിരിക്കുന്നു. AP അനിൽകുമാർ മന്ത്രിയാക്കാതിരിക്കാൻ പറ്റുമോ? സീനിയേഴ്സ് തന്നെ ഒരു ഘട്ടമുണ്ട്, 6-7 പേര് സീനിയേഴ്സ് ഉണ്ട്. ഈ സീനിയർ PC വിഷ്ണുനാഥൻ പറ്റുമോ? സ്ത്രീകൾ ഒരാളെങ്കിലും ആക്കാതിരിക്കാൻ പറ്റുമോ? അതെ. 2 പേരാകുമെന്ന് പറയുന്നു. ഷാനിമോളും ബിന്ദു ഒക്കെ ഉണ്ട്. 2 പേരും ആകാൻ ചിലപ്പോൾ സാധ്യതയുണ്ട്. കാരണം ഇത്രയും വലിയ സ്ത്രീകൾ കഴിഞ്ഞ മന്ത്രിസഭ ഇടതുപക്ഷം 3 മന്ത്രിയാണ്. 2 പേരാവാം. ലിജു, അവിടെയാണ് പ്രശ്നം. ഈ 2 സ്ത്രീകൾ വന്നാൽ ചിലപ്പോൾ ലിജുവിന് അവസാനം വെട്ടും. ലിജു മന്ത്രിയാകും നമ്മൾ ഉറപ്പ് പറഞ്ഞു. ബിന്ദു ഒരാളല്ലേ ഉള്ളൂ. അല്ല, സമുദായ പ്രായത്തെ വെച്ച് നോക്കുമ്പോ തീരെ കുറവായി പോകും. അങ്ങനെയാണെങ്കിൽ ഇതിന്റെ ചോദ്യം എന്താണെന്ന് വെച്ചാൽ ഈഴവരാരെങ്കിലും വോട്ട് ചെയ്യുന്നുണ്ടോ UDF? അല്ല, ഇത്തവണ വോട്ട് ചെയ്തു എന്നാണ് നമ്മൾ ചില സംഘടനകൾ അവകാശപ്പെടുന്നത്. അതുകൊണ്ടാണ് ഇടതുപക്ഷം ജയിക്കാൻ വേണ്ടിയാണ് SNDPയുടെ ജനറൽ സെക്രട്ടറി. അല്ല, അയാൾ പറഞ്ഞുകൊണ്ട് മാത്രം എതിരെ ചെയ്തതാണ്. SNDPയുടെ ജോയിന്റ് ജനറൽ സെക്രട്ടറി, ജോയിന്റ് വൈസ് പ്രസിഡന്റ് ആരാണ്? മറ്റേ തുഷാർ വൈസ് പ്രസിഡന്റ്. വൈസ് പ്രസിഡന്റ് തുഷാർ പറയുന്നത് BJP എന്നാണ്. ആരെങ്കിലും ഏതെങ്കിലും ഒരു SNDP നേതാവ്, ഏതെങ്കിലും ഒരു SNDP നേതാവ് UDFന് വേണ്ടി എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. അപ്പൊ SNDPക്ക് ഈഴവ പ്രാതിനിധ്യം ഒന്ന് കൊടുത്താൽ മതി. കേരളാവധി എന്തെങ്കിലും UDFന് കൊണ്ട് വാർത്ത എഴുതിയിട്ടുണ്ടോ? ഇല്ല. കേരളാവധി പറഞ്ഞു 9 മന്ത്രിമാർ വേണമെന്ന്. എനിവേ, ലിജുവിനും ഇത്രയും ഒരുപാട് പരിഗണന നോക്കേണ്ടി വരും. ലിജുവിനും ബിന്ദുവിനും കൊടുക്കാം. പ്രാദേശിക പരിഗണന വയ്ക്കുന്ന സ്ഥലങ്ങൾ അല്ല, 2 മന്ത്രിമാരെ കിട്ടും കേട്ടോ, ഇല്ല നമ്മൾ പറയട്ടെ. ലിജുവിനും കിട്ടും, മന്ത്രി കിട്ടും. പക്ഷെ അപ്പൊ ജയന്തിനെ മലബാർ പ്രാതിനിധ്യം ഉറപ്പാണ്. കോഴിക്കോട് കെ സുധാകരൻ അദ്ദേഹം സാധിക്കും. ഇത്തരം വാദപ്രതിവാദങ്ങളെല്ലാം കൂടെ വെച്ച് നോക്കുമ്പോൾ രമേശ് ചെന്നിത്തല എല്ലാ ഡിമാൻഡുകളും അങ്ങ് പറ്റത്തില്ല. പക്ഷെ രമേശ് ചെന്നിത്തല ആഭ്യന്തരമന്ത്രിയാവും തീർച്ചയാണ്, അക്കാര്യത്തിൽ തർക്കമൊന്നും വേണ്ട. അതിപ്പോൾ ഇപ്പോഴും അനിശ്ചിതത്വമൊന്നുമില്ല. പിന്നെ മന്ത്രിമാരാണ് ഈ പറയുന്ന കുറേ മന്ത്രിമാരുണ്ടല്ലോ. പറഞ്ഞ വിഷ്ണു ഒക്കെ മന്ത്രിയാണ്. സിദ്ദിഖിനാണ് ഇപ്പോൾ ഈ പറഞ്ഞ രമേശ് സിദ്ദിഖിന്റെ കാര്യത്തിലാണ് ആശയക്കുഴപ്പം വന്നുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഞാൻ പറഞ്ഞ സീനിയോറിറ്റി, ശക്തനെ എന്തെങ്കിലും സ്പീക്കറോ എന്തെങ്കിലും പദവിയിലാക്കണ്ടേ? സമുദായം തിരുവനന്തപുരം ജില്ല, തെക്കൻ ജില്ല, തിരുവനന്തപുരം ജില്ലയിൽ വലിയൊരു സമുദായമല്ലേ നമ്മുടെ സജീന്ദ്രൻ. സജീന്ദ്രൻ എന്തെങ്കിലും പദവി കൊടുക്കണ്ടേ? തീർച്ചയായും എല്ലാം കൊണ്ടും അർഹനായ മനുഷ്യനാണ് സജീന്ദ്രൻ. പിന്നെ ഈ ലീഗ് 5 മന്ത്രി സ്ഥാനം എന്ന് പറയുന്ന ഇത്തവണ ന്യായമല്ല. അതിന്റെ കാര്യം പറഞ്ഞാൽ നമ്മൾ പലരും ശ്രദ്ധിക്കാതെ ഒരു കാര്യമാണ്. 2011 ലീഗിന് 20 MLA-മാരുണ്ട്, കോൺഗ്രസിന് 38 MLA-മാരേ ഉള്ളൂ. ഈ 38 MLA-മാർക്ക് 10 മന്ത്രിസ്ഥാനം കൊടുക്കുമ്പോൾ 20 MLA-മാർക്ക് 5 മന്ത്രിസ്ഥാനം ന്യായമല്ലേ? അല്ല, അന്ന് അതാണ് ചോദ്യം ഉയർന്നിരുന്നത്. അതല്ല ന്യായം. അതെ. പക്ഷെ ഇത്തവണ സ്ഥിതി അങ്ങനെയല്ല. കോൺഗ്രസ് 63, അവർക്ക് 10 മന്ത്രിമാരേ ഉള്ളൂ. 22 ലീഗിന് എങ്ങനെയാണ് കൊടുക്കുക? ചിലപ്പോൾ എനിക്ക് തോന്നുന്നു 4 മന്ത്രിസ്ഥാനം പ്ലസ് ഒരു ചീഫ് വിപ്പോ അല്ലെങ്കിൽ അങ്ങനെ ഭരണപരിഷ്കരണം യഥാർത്ഥത്തിൽ നല്ലതായിരിക്കും. ലീഗ് എടുക്കേണ്ട സ്റ്റാൻഡ് എന്താണെന്ന് വെച്ചാൽ 4 മന്ത്രിസ്ഥാനം ചോദിക്കുക, പ്ലസ് ക്യാബിനറ്റ് റാങ്കോടുകൂടി മുനീറിനെ ഭരണഘടനാ പരിഷ്കരണ കമ്മീഷൻ ചെയർമാനാക്കുക. അത് ക്യാബിനറ്റ് റാങ്കാണ്. മുനീർ മുതിർന്ന നേതാവാണ്, തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചില്ല,
മുനീറിന് പറ്റിയ പൊസിഷനാണ് ഇപ്പോഴത്തെ അവസ്ഥയിൽ. അതേ നേരത്തെ തദ്ദേശ ഭരണ മന്ത്രി ആയിരുന്ന ആളാണ്, വിഷയം ഐഡിയ ഉള്ള ആളാണ്, ആരോഗ്യ പ്രശ്നം ഉണ്ടെന്ന്. അതെ, അതുകൊണ്ട് വയ്യാതിരുന്ന അച്യുതാനന്ദനെ അവരവിടെ വെച്ചില്ലേ? പിന്നല്ല കണ്ടിട്ടില്ല. അതെ, പക്ഷെ അന്ന് CP നായർ സാറിനൊക്കെ പോലെ വിദഗ്ധന്മാരെ സമിതി അല്ല, അതുകൊണ്ടാവാം, അതുപോലെ ഇവർക്ക് വെക്കാമല്ലോ. അപ്പം അതുകൊണ്ട് അതാണ് ഏറ്റവും നല്ലത്. ലീഗ് എടുക്കേണ്ടത് 4 മന്ത്രിസ്ഥാനവും ഈ ഭരണഘടനാ പരിഷത്തിന് ക്യാബിനറ്റ് റാങ്ക് എടുത്ത പ്രശ്നമൊക്കെ പരിഹരിക്കപ്പെടും. പക്ഷേ അപ്പോഴും പിന്നെ ഇപ്പം അടുത്ത തർക്കം തീരാറ്റില്ല. ലീഗിന് 5 മന്ത്രിസ്ഥാനം കൊടുത്ത കേരള കോൺഗ്രസ് 2 സീറ്റ് ജോസഫ് ഗ്രൂപ്പ്. അപ്പം അങ്ങനെ 2 കൊടുക്കുവാണെങ്കിൽ ഓരോന്നോ കൊടുക്കുന്നെങ്കിൽ, അതായത് ലീഗിന് 4ഉം കേരള കോൺഗ്രസിന് 1 കൊടുക്കുന്നെങ്കിൽ ഉള്ള ഗുണം എന്ന് വെച്ചാൽ 11 എന്നുള്ളത് 12 ആക്കി കോൺഗ്രസിന് എടുക്കാം, കോൺഗ്രസ് ഉയർത്താൻ പറ്റും. പിന്നെ ഈ സിംഗിൾ ഒറ്റക്കക്ഷി RSP മന്ത്രിസ്ഥാനം കൊടുത്തേ പറ്റുള്ളൂ. ഫുൾ മന്ത്രിസ്ഥാനം ഉറപ്പായിട്ട് കൊടുക്കണം. 3 പേരുണ്ട് പ്ലസ് ജേക്കബിനും ബാക്കി എല്ലാവർക്കും ഒറ്റക്കക്ഷിക്കാർക്ക് വേണമെങ്കിൽ പകുതി കൊടുക്കും. പക്ഷേ CP ജോണിന്റെ കഴിവ് ഉപയോഗിക്കാതിരിക്കാൻ പറ്റത്തില്ല, അവിടെയാണ് പ്രശ്നം. CPM ആയിരുന്നെങ്കിൽ ഈ നാട്ടിലെ പാർട്ടി സെക്രട്ടറി അതിന് നല്ലത് CP ജോണിനെയും അനൂപ് ജേക്കബിനെയും മന്ത്രിയാക്കുക, മാനസി കാപ്പിനെ ആക്കാതിരിക്കുക. അതാണ് ഏറ്റവും എളുപ്പമായ വഴി. അതെ, അതാണ് ഏറ്റവും എളുപ്പമാണ്. മാനസി കാപ്പനെ എങ്ങനെയാണ് UDF വന്നത്? തൽക്കാലം കോൺഗ്രസ് ആരും പേടിക്കേണ്ട ആവശ്യമില്ല, അത്ര ഭൂരിപക്ഷം. അപ്പോൾ ഇതാണ് മന്ത്രിസ്ഥാനം. എന്തായാലും രൂപീകരണം വന്നുകൊണ്ടിരിക്കുന്നത്. ഇന്നത്തെ വളരെ നിരാശാജനകമായ ഒരു വാർത്ത പുറത്തേക്ക് വന്നത് PK ബഷീർ മന്ത്രി അല്ലെന്നുള്ളതാണ്. എനിക്കതിൽ വലിയ നിരാശയുണ്ട്. കാരണം എന്താ വെച്ചാൽ അദ്ദേഹം അസംബ്ലിയിൽ നന്നായി പെർഫോം ചെയ്തു. അദ്ദേഹത്തിന്റെ ശൈലിയുള്ള അത് മാത്രമല്ല, ലീഗ് മന്ത്രിമാരിൽ നമുക്ക് ആകെപ്പാടെ പേഴ്സണൽ പരിചയമുള്ള ഈ ബഷീറിനോട് ബഷീറാണ്. ഞാൻ ആകെപ്പാടെ പറഞ്ഞു ലീഗിൽ നമുക്കുള്ള ആകെ പരിചയം, ബാക്കി എല്ലാവരും നമുക്ക് പരിചയമുണ്ട്. ലീഗ് നമുക്ക് പരിചയമുള്ള ആകെപ്പാടെ ബഷീറിനോട്. ആ ബഷീറിന് മന്ത്രിസ്ഥാനം ഇല്ല എന്നുള്ളത് വളരെ. അദ്ദേഹം സീതി ഹാജിയുടെ മകനാണ്, അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതെ, മാത്രം സീതി ഹാജി ഒരിക്കലും മന്ത്രി സീതി ഹാജിയും ഭയങ്കര തമാശക്കാരാണ്. ആ തമാശയാണ് ബഷീറിനുള്ളത്. അപ്പൊ സീതി ഹാജിക്ക് മന്ത്രിയാൻ കഴിഞ്ഞിട്ട് 91 അദ്ദേഹത്തെ ചീഫ് വിപ്പ് ആക്കിയതേ ഉള്ളൂ, അന്ന് മന്ത്രിയാക്കിയില്ല. സീതി ഹാജി അന്ന് മന്ത്രിയാക്കാമായിരുന്നു. അദ്ദേഹം ഈ പദവിയിൽ നിന്ന് മരിക്കുകയും ചെയ്തു, രോഗബാധിതനെ അദ്ദേഹം മരിക്കുകയും ചെയ്തു സീതി ഹാജി. അതിന് മകനെങ്കിലും കൊടുത്ത ആ ഒരു ഗഫൂറിന്റെ പേര് പല ഉയർത്തി ഞാൻ ഞെട്ടിപ്പോന്നു. ഗഫൂർ കഴിഞ്ഞ പ്രാവശ്യം കളമശ്ശേരിയിൽ ഇബ്രാഹിം കുഞ്ഞിന്റെ മകൻ. ആ ഇബ്രാഹിം കുഞ്ഞാണ് കഴിഞ്ഞ UDF ഗവൺമെന്റിനെ ഏറ്റവും മോശക്കാരനാക്കാൻ പ്രധാന കാരണങ്ങളിലൊന്ന്. ഈ ഇബ്രാഹിം കുഞ്ഞിന്റെ മകന് സീറ്റ് കൊടുത്തത് കൊണ്ട് മാത്രമാണ് കഴിഞ്ഞ തവണ ആ മണ്ഡലം പോയത്. ഇത്തവണ UDF തരംഗമായതുകൊണ്ടാണ് ജയിച്ചത്. അടുത്ത തവണ ജയിക്കണം നിർബന്ധമില്ല. ഈ ഒരു തവണ ജയിച്ച ഇബ്രാഹിം കുഞ്ഞിന്റെ മകൻ ഗഫൂറിനെ മന്ത്രിയാക്കുന്നു എന്ന് പറഞ്ഞാൽ അത് വളരെ സംശയാസ്പദമാണ്. കാരണം ഇത്രയും ബഷീറിനെ ഒഴിവാക്കും. ലീഗിന് എത്രയും മുതിർന്ന നേതാക്കളുണ്ട്. അല്ല, മാത്രമല്ല ഇബ്രാഹിം കുഞ്ഞിന്റെ സഹോദരന്റെ മകനാണ് ഹാരിസ് ബീരാൻ MP സഹോദരൻ. അങ്ങനെയാണ് അദ്ദേഹത്തിന്. അങ്ങനെയാണ് എനിക്കറിയാം എന്താ കാര്യം. ഗഫൂറിന് വേണ്ടി വ്യവസായി വിളിച്ചു കാണും. വ്യവസായിയുടെ ഇടപെടലുണ്ടായേക്കാം. അല്ല, പിന്നെ ഗഫൂർ ഒരിക്കലും മന്ത്രിയായിട്ട് പരിഗണിക്കേണ്ട ആളല്ല. കാരണം മഞ്ചേശ്വരത്തെ അഷ്റഫ്, മണ്ണാർക്കാടെ ഷംസുദ്ദീൻ, അത്ര 3, 4, 5 തവണ ആയിട്ടുണ്ട് ഇപ്പം. ഷംസുദ്ദീൻ, പിന്നെ കുറെ അധികം ആളുകളുണ്ട്, സീനിയർ ഒരുപാട്. പാറക്കൽ അബ്ദുള്ള, ആബിദ് ഹുസൈൻ തങ്ങൾ, പിന്നെ ഒന്നുമല്ല നമ്മുടെ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രിയായിരുന്നേ മഞ്ഞലാംകുഴി. ഇവരൊക്കെ ഒരുപാട് പേരോടുണ്ട് യഥാർത്ഥത്തിൽ. അതുപോലെ തന്നെ KM ഷാജി മന്ത്രിയാക്കേണ്ട എന്തിനാണ് ഇവർ KM ഷാജി മന്ത്രിയാക്കാൻ വാശി കാണിക്കുന്നത്? എനിവേ, ലീഗിന്റെ ആഭ്യന്തര കാര്യം അതവിടെ നിൽക്കട്ടെ. അപ്പോൾ ഒരു കാര്യം പറയാം, രമേശ് ചെന്നിത്തല ആഭ്യന്തരമന്ത്രി ആകുമെന്നൊരു വലിയ അത്ഭുതമൊന്നുമല്ല. അത് ആരുടെ വിട്ടുവീഴ്ചയല്ല. അത് അദ്ദേഹം മുഖ്യമന്ത്രി സ്ഥാനം കിട്ടാതിരുന്നപ്പോൾ അദ്ദേഹത്തിന് കിട്ടുന്ന സ്വാഭാവികമായ നീതി മാത്രമാണ്. അത് സ്വാഭാവികമാണ്. കാരണം അദ്ദേഹത്തെ ഇത്രയും മുതിർന്ന ഒരാൾ 82-ൽ 40 വർഷം മുമ്പ് കേരളത്തിലൊരു മന്ത്രിയായ ഒരാൾ ഇപ്പോഴും അദ്ദേഹം വീണ്ടും മന്ത്രി അതിന് തുടരുക എന്ന് പറയുന്നത്. പക്ഷേ ഒരു കാര്യം പറയാതിരിക്കാൻ നിവൃത്തിയില്ല, VD സതീശൻ അക്ഷരാർത്ഥത്തിൽ വെള്ളം കുടിക്കും. നമ്മുടെ പഴയ ഈ ഒരു പഴഞ്ചൊല്ലുണ്ടല്ലോ, അണ്ടി പോയ എണ്ണ എന്ന്, ആ അവസ്ഥയിലാവും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ തമ്മിലൊരു ടഗ് ഓഫ് വാർ ഉണ്ട് മന്ത്രിസഭയ്ക്കകത്ത്. മാത്രമല്ല പോലീസിലാണ് ഫോഴ്സ് മുഴുവൻ. നമുക്കൊരു ആലോചിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ മുഖ്യമന്ത്രി എന്ന് പറയുന്നത് എല്ലാ വകുപ്പിന്റെ മേൽ അധികാരം ഉണ്ടെങ്കിലും UDF സെറ്റപ്പിൽ അത് നടക്കില്ല. ഡൽഹി മുഖ്യമന്ത്രി കെജ്രിവാളിന് പറ്റും, അല്ലെങ്കിൽ ഇവിടെ പിണറായി വിജയന് പറ്റും. അല്ല, പിണറായി വിജയന് പറ്റും, കാരണം അവർ പവർഫുൾ ആണ്. പക്ഷെ ഇവിടെ മുഖ്യമന്ത്രി ആയിരിക്കുന്ന ഒരാൾ മുഖ്യമന്ത്രിയാണ്, കസേരയുണ്ട്, പദവിയുണ്ടെന്നല്ലാതെ അയാളുടെ ഇരിക്കുന്ന വകുപ്പിനപ്പുറത്തേക്ക് സ്വാധീനം ഉണ്ടാകത്തില്ല. കാരണം ഉമ്മൻചാണ്ടിക്ക് പോലും പല വകുപ്പുകളിലും ഒരു നിയന്ത്രണം ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഒരുപാട് പ്രശ്നങ്ങൾ നേരിടേണ്ടി വന്നിട്ടുണ്ട്. ഇവിടെ പോലീസാണ് ഏറ്റവും പവർഫുൾ ആയിരിക്കുന്ന വകുപ്പ്. ഈ പോലീസാണ് എല്ലാ വിവരങ്ങളും. ഇപ്പം വെളിയിലിറങ്ങിയാലും
ഏറ്റവും കൂടുതൽ ആദരവ് കിട്ടുന്ന പോലീസ് മന്ത്രി. ആഭ്യന്തരമന്ത്രിക്കാണ്. അപ്പോൾ ഈ ആഭ്യന്തരമന്ത്രി എവിടെ പോയാലും അവിടെ എല്ലാ പോലീസും. ഞങ്ങൾ തമാശയ്ക്ക് പറയും, നമ്മുടെ മലയാള സിനിമയിൽ ഒരു മന്ത്രിയുള്ളൂ ആഭ്യന്തരമന്ത്രിയാണ്. മലയാള സിനിമ കണ്ടില്ല, എല്ലാ കഥാപാത്രങ്ങളും ആഭ്യന്തരമന്ത്രിയാണെന്ന് പറയുന്നത്, വേറെ ഒരു മന്ത്രിക്കാരും അല്ല. ആഭ്യന്തരമന്ത്രി എവിടെ ചെന്നാലും ആ ഭാഗത്തെ മുഴുവൻ പോലീസ് തന്നെ ഉണ്ടാവും. മുഖ്യമന്ത്രിക്ക് അത്രയും കിട്ടണമല്ല, കാരണം ഈ മുഖ്യമന്ത്രി പറഞ്ഞിരിക്കുന്നത് എനിക്കൊന്നും വേണ്ടെന്നാ. അതെ. അപ്പൊ സ്വാഭാവികമായിട്ട് അദ്ദേഹം പ്രഖ്യാപിച്ചിരിക്കുന്ന കാര്യങ്ങൾ വെച്ച് നോക്കും കിട്ടാതെ ലളിതമായ രീതിയിൽ പോകണമെന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഇനി ഇവിടെ പ്രശ്നം എന്ന് വെച്ചാൽ പോലീസിന്റെ സഹായം ഇല്ലാത്തതുകൊണ്ട് തന്നെ ഒരു ഉമ്മൻചാണ്ടി ഭരിച്ചുകൊണ്ടിരുന്നപ്പോൾ എന്തായാലും സംഭവിച്ചത് അത് തന്നെ ഇവിടെ ആവർത്തിക്കാം. അതെ. അവിടെയാണ് സതീശന്റെ അതിബുദ്ധിയും അതിമിടുക്കും രക്ഷകനാവേണ്ടത്. കാരണം സതീശൻ മനസ്സിലാക്കേണ്ട രണ്ട് പ്രശ്നമുണ്ട്. ഒന്ന്, രമേശ് ചെന്നിത്തല ആഭ്യന്തരമന്ത്രിയാണ്, പോലീസ് രമേശ് ചെന്നിത്തലയ്ക്കൊപ്പമാണ്, സതീശനൊപ്പം അല്ല. ആദ്യത്തേത്, അതുകൊണ്ട് സകല വിവരങ്ങൾ ആദ്യം കിട്ടുന്ന രമേശിനായിരിക്കും. രണ്ടാമത്തേത്, ഹൈക്കമാൻഡ് KC വേണുഗോപാലാണ്. അവിടുന്ന് ഒരു സഹായം ഉണ്ടാകത്തില്ല. എന്തെങ്കിലും ഒരു വിവാദം കുത്തിപ്പൊക്കി വന്നാൽ ചിലപ്പോൾ റീപ്ലേസ് ചെയ്യും. ഇമേജ് തകർക്കാനും പദവി നഷ്ടപ്പെടുത്താനും വളരെ എളുപ്പമാണ്. ഡബിൾ കെയർ എടുക്കണം. ഡബിൾ കെയർ എടുക്കുക മാത്രമല്ല, ഇവരുടെ രണ്ടുപേരുടെയും തന്ത്രങ്ങളെ മറികടക്കുന്ന തരത്തിൽ വളരെ കൃത്യമായ പ്ലാനോടെ, കൃത്യമായ പദ്ധതിയോടെ, വളരെ ജനകീയമായ പലതും പ്രഖ്യാപിച്ച് കൈയടി, ഇപ്പൊ കിട്ടിയ കൈയടി നിലനിർത്തിക്കൊണ്ടിരിക്കണം. മാത്രമല്ല നല്ല ഉപദേഷ്ടാക്കൾ അദ്ദേഹം നേരത്തെ തയ്യാറാക്കി, നല്ല ഓഫീസർമാർ. ഞാനതുകൊണ്ട് അദ്ദേഹത്തെ അറിയാവുന്നവരും കേൾക്കുന്നുണ്ടെങ്കിൽ ഏറ്റവും എളുപ്പപ്പണി എന്ന് പറയുന്നത് B. അശോകനെ പ്രിൻസിപ്പൽ സെക്രട്ടറി ആക്കുക. നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഈ പിണറായി വിജയൻ പോയി സ്വർണ്ണക്കടത്തിൽ പോയി വീണു അതിന് സഹായിച്ചു എന്നതൊഴിച്ചാൽ ശിവശങ്കർ ഒന്നാന്തര ഓഫീസറായിരുന്നു. സംശയമില്ല. ഇരുന്ന പദവിയിലെല്ലാം തന്നെ തന്നെ കഴിവുകളിച്ച ആളാണ്. ഈവൻ മുഖ്യമന്ത്രിയുടെ ആദ്യത്തെ സർക്കാർ ഇത്രയധികം തിളങ്ങാൻ കാരണം, പിണറായിയുടെ ആദ്യത്തെ സർക്കാർ ഇത്രയധികം തിളങ്ങാൻ കാരണം ഈ ശിവശങ്കറിന് എടുക്കായിരുന്നു. അത്ര പ്രഗത്ഭനായിരുന്നു. പിന്നെ രണ്ടാം സർക്കാരിൽ ശിവശങ്കർ ഇല്ലാതെ പോയി. അങ്ങനെയാണ് രണ്ടാം സർക്കാർ ഇരുന്ന മുഴുവൻ എന്താ ഒന്നും അറിയാൻ പാടില്ലാത്ത ആളുകളല്ലേ. അപ്പം ഞാൻ പറഞ്ഞത്, അതുപോലെ ശിവശങ്കറിനെ കവച്ചു വെക്കുന്ന ബുദ്ധിയും അതേസമയം ഇത്തരം ഒരു ഉടായിപ്പം തട്ടിപ്പും ഇല്ലാത്ത ഓഫീസറാണ് അശോക്. ഈ ഡോക്ടർ ബി അശോകിനെ പ്രിൻസിപ്പൽ സെക്രട്ടറി ആക്കിയാൽ പകുതി പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടും. അതിബുദ്ധിമാനും അതിതന്ത്രജ്ഞനുമാണ്, വളരെ കണ്ണിങ്ങാണ്. കാര്യങ്ങളൊക്കെ നേരത്തെ മുൻകൂട്ടി അറിയാനുള്ള വെറും പാവമല്ല. അത് ഓപ്പൺ ആണ്, അത് എല്ലാവരും പറയും. അല്ല, പാവമല്ല, പാവമല്ല. ചില ഉദ്യോഗസ്ഥന്മാരെ പ്രശ്നം വെച്ചാൽ അവർക്ക് അറിയാം, അവർ പറയില്ല, അവരെല്ലാം പൊതിഞ്ഞ് മിണ്ടാതെ വെച്ച്. ഇത് പലപ്പോഴും പലരും കൊണ്ട് വെള്ളത്തിൽ ചാടിച്ചിട്ടുണ്ടാവും. അപ്പൊ അതുകൊണ്ട് ഇദ്ദേഹം പിന്നെ ചില നല്ല ജനകീയ കാര്യങ്ങൾ ചെയ്യുക. ഉദാഹരണത്തിന് രാജ്മോഹൻ, ഞാൻ പറഞ്ഞപ്പം ഞാൻ ആരെങ്കിലും വിളിച്ചപ്പോൾ ഞാനോട് പറഞ്ഞൊരു കാര്യമുണ്ട്. ഈ ഹെലികോപ്റ്റർ വാടകയ്ക്ക് എടുത്തിട്ടില്ലേ, തിരിച്ചു കൊടുക്കാതെ, അത് നല്ല നാടകം, വെറുതെ കൊടുക്കരുത്. അതെ. അത് ഹെലികോപ്റ്റർ സന്ദർശനത്തിന് പോകുന്നു, ആ ഹെലികോപ്റ്റർ കാണുന്നു, അതിന് ഉത്തരവാദിത്തപ്പെട്ടവർ വിളിച്ചു ചോദിക്കുന്നു, എത്ര രൂപയായി, എങ്ങനെയായി, എത്ര ആൾ, അപ്പം തന്നെ ചോദിക്കുന്നു, അതെല്ലാം റെക്കോർഡ് ചെയ്യുന്നു. എന്നിട്ട് ഉടനടി തിരിച്ചു കൊടുക്കുമെന്ന് പറഞ്ഞുണ്ടാക്കുന്ന ഒരു സീൻ ഉണ്ടാക്കണം. അത്തരത്തിൽ ചില സീൻസ് ഉണ്ടാക്കിയാൽ, ചില റീൽസ് ഉണ്ടാക്കിയാൽ. എനിക്കൊരാഗ്രഹമുണ്ട്, ഈ ക്ലിഫ് ഹൗസ് പിണറായി സംഘം പുനർനിർമ്മിച്ച് എങ്ങനെ നമ്മൾ നാട്ടുകാരെ കാണിച്ചു കൊടുക്കണം. എനിക്കൊരാഗ്രഹം, പക്ഷെ അദ്ദേഹം സമ്മതിക്കുന്നില്ല. പിണറായി വിജയൻ അതിനൊരു വെല്ലുവിളിക്ക് VD സതീശൻ രംഗത്ത് തോന്നുന്നില്ല. ആണ് ചെയ്യേണ്ടത്. ഇവിടെ എന്തൊക്കെയാണ് ഇവർ കാട്ടിക്കൂട്ടിയെന്നുള്ളത് ജനങ്ങൾക്ക് നമ്മൾ കേട്ടിട്ടുള്ളൂ. ഇവിടെ AC, പശു തൊഴുത്തും വേറെ ഒരുപാട് സംവിധാനങ്ങൾ, സുരക്ഷാ കാരണം എന്നൊക്കെ പറഞ്ഞ് അവർ നിഷേധിക്കും. മുഖ്യമന്ത്രിയുടെ ക്ലിഫ് ഹൗസിന്റെ അകത്തെ പടങ്ങളും മറ്റുമൊക്കെ എടുത്ത സുരക്ഷ പറഞ്ഞുകൊണ്ടത് നിഷേധിക്കും, പോലീസ് സമ്മതിക്കും. ഇപ്പൊ തന്നെ എസ്കോട്ടും പൈലറ്റും വേണ്ടെന്ന് പറഞ്ഞപ്പോൾ പോലീസ് എസ്കോട്ട് സമ്മതിച്ചില്ല. സുരക്ഷയുടെ കാര്യം അവർ ബ്ലൂ ബുക്ക് ഉണ്ടല്ലോ, അതനുസരിച്ച് അവർക്ക് വേണമെന്നുണ്ടോ. അപ്പൊ അതുകൊണ്ട് പറഞ്ഞു വരുന്നത്, ജനകീയമായ പ്രഖ്യാപനങ്ങൾ. ഈ ജനകീയ പ്രഖ്യാപനം എന്ന് പറയുമ്പോൾ എപ്പോഴും മനസ്സിലാക്കണം, ഇതിനകത്ത് അനുഭവിക്കാൻ പോകുന്നൊരു പ്രശ്നമുണ്ട് കേട്ടോ. ഈ KSRTCയിലെ സൗജന്യമുണ്ട്, അത് പണിയായി തീരും. അത് വലിയ എത്രയോ കോടി നഷ്ടം ഉണ്ടാകുന്ന അവർ ആദ്യം ഓൾറെഡി 1500 കോടിയുടെ നഷ്ടം KSRTCക്ക് ഒരു വർഷമുണ്ട്. ഈ 1500 കോടി ഒരു വർഷം നഷ്ടത്തിൽ കിടക്കുന്ന ഒരു സഞ്ചിത കടം 15,000-20,000 കോടിയാണ്. ഈ 15,000 കോടി സഞ്ചിത കടമുള്ള KSRTC സൗജന്യ സ്ത്രീകൾക്ക് യാത്രകൾ കൊടുത്താൽ സ്ഥിതി എന്നതാണ്. അത് വരുമാനത്തിൽ താഴേന്ന് വല്ലതും വെച്ചാൽ മതിയായിരുന്നു. അതിനൊരു മാനദണ്ഡം വെക്കണം. അത് പ്രായം എന്തെങ്കിലും ഒരു കാര്യം വെച്ചാൽ മതിയായിരുന്നു. അതല്ല അത് നേരെ ഇതെടുത്ത് എല്ലാവർക്കും കൂടെ എന്ന് പറയുമ്പോഴും അത് ആ പ്രശ്നമാണ്. അപ്പോൾ ഇനി അതുപോലെ തന്നെ ഈ ആശാ വർക്കർമാരുടെ അടക്കമുള്ള വിഷയങ്ങളൊക്കെ പരിഹരിക്കും. അവരെന്ന് വന്ന് കണ്ടു കഴിഞ്ഞു. അത്തരം വിഷയങ്ങളൊക്കെ പരിഹരിച്ച് വളരെയധികം ശ്രദ്ധയോടെ മാറ്റങ്ങൾ ഉണ്ടാക്കി, സാമ്പത്തിക പ്രതിസന്ധിയിൽ പരിഹാരം ഉണ്ടാക്കി, ദൂർത്ത് കുറച്ച് കേരളത്തിനൊരു പുതിയ ദിശാബോധം ഉണ്ടാക്കി കൊടുത്താൽ. അല്ല, അതുപോലെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, എനിക്ക് നിർദ്ദേശമുള്ളത്, VD സതീശൻ അല്ലെങ്കിൽ കോൺഗ്രസിന്റെ പ്രധാനപ്പെട്ട നേതാവ് മന്ത്രിയാവുന്ന ആൾ നിയമ പേരെടുക്കണം. എന്നിട്ട് നല്ല വക്കീലന്മാർ അങ്ങോട്ട് പറഞ്ഞയക്കണം. ഈ സാധാരണ സംഭവിച്ചതുപോലെ കേസും ഒന്നും ഇല്ലാത്തതല്ലേ പിടിച്ച് ഈ കഴിഞ്ഞ സർക്കാർ ചെയ്ത. അല്ലാതെ കുറച്ച് പേരെ അങ്ങനെ വെച്ചേ പറ്റൂ. അതിന് പാർട്ടി 10-15 പേരെയെങ്കിലും നടക്കുള്ളൂ. അങ്ങനെ വെച്ചാൽ മാത്രമേ. അല്ലെങ്കിൽ ഈ കഴിഞ്ഞ പിണറായി സർക്കാരില്ലേ കോടിക്കണക്കിന് രൂപ കൊടുത്ത് പുറത്തുനിന്ന് വക്കീലെ കൊണ്ടുവന്നിട്ടില്ലേ.
സാധാരണ സ്ഥിരം കേരള കോൺഗ്രസ് എം ആണ് UDF വരുമ്പോൾ നിയമം കൈകാര്യം ചെയ്യുമായിരുന്നു. കോൺഗ്രസിന് ഇല്ല. പണ്ട് CPI ആയിരുന്നു മുന്നണി, പിന്നെ അത് പതുക്കെ CPM അതും തട്ടിയെടുത്തു. അപ്പം ഈ പുതിയ പരിഷ്കാരങ്ങളൊക്കെ നടത്തി മുമ്പോട്ട് പോയാൽ പുള്ളിക്ക് കൊള്ളാം. പിന്നെ ചില കാര്യങ്ങൾ ഒരു കാര്യം ഞാൻ പറയാം, ഈ പ്രതിസന്ധിയൊക്കെ മറികടന്നു. അതായത് ആഭ്യന്തരമന്ത്രി ഒരു പ്രതിസന്ധിയാണ്, അല്ലെങ്കിൽ മറ്റേ ഹൈക്കമാൻഡ് ഒരു പ്രതിസന്ധിയാണ്. അപ്പോൾ ഇതിനെയൊക്കെ മറികടന്ന് VD സതീശൻ 5 വർഷം കൊണ്ട് വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കിയാൽ പിന്നെ ഒരാൾക്കും VD സതീശനെ തടയാൻ പറ്റത്തില്ല. അടുത്ത തെരഞ്ഞെടുപ്പിൽ ഒരു വേണു ഉണ്ടാവത്തില്ല, ഒരു ചെന്നിത്തല ഉണ്ടാവത്തില്ല, ഒരു ആഭ്യന്തരമന്ത്രി നഷ്ടപ്പെടത്തില്ല, അടുത്ത ഒരു ആഭ്യന്തരമന്ത്രി പദവി നഷ്ടപ്പെടത്തില്ല, കയ്യിൽ തന്നെ ഇരിക്കും. പക്ഷെ അത് ഈ 5 വർഷം അദ്ദേഹം വളരെ സൂക്ഷിച്ചുകൊണ്ടാണ്. അപ്പോൾ അന്ന് അദ്ദേഹം VM സുധീരനെ പോയി കണ്ട സുധീരൻ പറഞ്ഞൊരു കാര്യമുണ്ട്, ഈ ചുറ്റും ഇവിടെ കുറേ പേര് കൂടാൻ സാധ്യതയുണ്ട്, അവരെ സൂക്ഷിച്ചോളാം. ഉണ്ട്. ഇപ്പോൾ തന്നെ പത്രക്കാർ പലരും ഉണ്ട്. അത് ഈ അവിടെ ഇതുവരെ കംപ്ലീറ്റ് പത്രക്കാരും ഈ പിണറായിയുടെ അടിമകളായിരുന്നു. അതെ, ഇവരൊക്കെ പണ്ട് ഞങ്ങൾ യൂത്ത് കോൺഗ്രസിൽ പ്രവർത്തിച്ചിരുന്നു, ഞങ്ങൾ സേവാദളിൽ ഉണ്ടായിരുന്നു എന്നൊക്കെ പറ്റി കൂടിയിട്ടുണ്ട്. പഴയ രാഷ്ട്രീയ ചരിത്രം പറഞ്ഞുകൊണ്ട് ഒരുപാട് പേരുണ്ട്. ഞാനൊരു കാര്യം തീരുമാനിച്ചിട്ടുണ്ട്, എന്നാന്നറിയോ, അങ്ങോട്ട് പോകുന്നില്ല. നമ്മൾ വളരെയധികം നമ്മുടെ പണി ചെയ്തു, ഞാൻ അങ്ങോട്ട് പോകുന്നില്ല, നമ്മൾ ആ പരിസരത്തേക്ക്. പിന്നെ ഈ മന്ത്രിമാരുടെ പ്രസ് സ്റ്റാഫിൽ എന്താണ് പ്രസ് സെക്രട്ടറി എന്നുള്ള പദവിയിലേക്ക് എത്താൻ വേണ്ടി കുറെ പേര് ഒരുപാട് പേര് പിടിച്ചു. കഴിഞ്ഞ ദിവസം 1-2 ദിവസങ്ങൾ ചില മാധ്യമപ്രവർത്തകർ സതീശന്റെ പടങ്ങൾ നിരന്തരമായിട്ടിരിക്കുകയാണ് പല രൂപങ്ങളിൽ. അതെ, ഇതിനു മുമ്പ് ഇവരാരും ഈ പടം പറയത്തില്ല, നുണേശൻ ഇവർ പറയത്തുള്ളൂ. അതെ. അപ്പം പലരും എന്നോട് ചോദിച്ചു, നിങ്ങൾ വളരെ കഷ്ടപ്പെട്ടിട്ടുണ്ടോ എന്തെങ്കിലും. ഞാൻ പറഞ്ഞു, നമ്മളെ ഉള്ളത് കൊണ്ട് ജീവിച്ചോളാവേ, നമുക്ക് സർക്കാരിൽ ഒരു പദവി മാത്രമല്ല എല്ലാവരും കണ്ടില്ലേ, ഞാനും മുഖ്യനും കൂടി എന്ന് പറഞ്ഞിട്ട് കുറെ പടങ്ങൾ നിരന്തരം ഫേസ്ബുക്കിലും എല്ലാം ഇപ്പോൾ ഇൻസ്റ്റയിലെല്ലാം ഇടുന്നുണ്ട്. എന്തായാലും മഹത്തായ ഒരു ഇനിയാണ് വരാൻ പോകുന്നതാണ് നമ്മളെ ത്രസിപ്പിക്കുന്ന ദിനങ്ങൾ. വാർത്തയ്ക്ക് ഒരു കുറവുണ്ടാവില്ല. ആഭ്യന്തരമന്ത്രിയും മുഖ്യമന്ത്രിയും ഒക്കെ ഒരുമിച്ച് എങ്ങനെ പോകുമെന്നറിയാൻ നമുക്ക് നോക്കിയിരിക്കും. ഒരു കാര്യം കൂടി പറയേണ്ടതുണ്ട് കേട്ടോ, ഈ രാഷ്ട്രീയത്തിനപ്പുറത്തേക്ക് മോദി UAE പോയ കഥ. അത് ഗംഭീര സംഭവമല്ലേ. അവിടെ പോവുകയും നമ്മൾ ഈ ഒരു ഘട്ടത്തിൽ നമ്മൾ ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഈ ഇന്ധനത്തിൻ്റെ കാര്യത്തിൽ ഇത്രയും വിഷമിക്കുന്ന ഒരു ഘട്ടത്തിൽ അദ്ദേഹം അവിടെ പോയി അവരൊരു ചർച്ച നടത്തുകയും അക്കാര്യത്തിൽ കൃത്യമായ ഒരു ധാരണ ഉണ്ടാക്കി. അവിടുത്തെ പ്രസിഡന്റ് നേരിട്ട് വന്ന് അദ്ദേഹത്തെ സ്വീകരിച്ചിരിക്കുന്നു വീണ്ടും പഴയതുപോലെ. മാത്രമല്ല അദ്ദേഹത്തിന് 2 യുദ്ധവിമാനങ്ങൾ അകമ്പടി കൊടുത്തു അവിടുന്ന് എയർ സ്പേസിൽ. അതും F-16. അതെ, അതെന്ന് പറഞ്ഞാൽ അമേരിക്കയുടെ ഏറ്റവും സ്ട്രോങ് ആയിട്ടുള്ള യുദ്ധവിമാനങ്ങൾ. ഈ F-16 കൊടുത്ത് മോദിയെ സ്വീകരിക്കുമ്പോൾ ഒരു സന്ദേശമുണ്ട്. അതായത് ഇന്ത്യയും UAE തമ്മിലുള്ള അസാധാരണമായ സൗഹൃദത്തിൻ്റെ സന്ദേശം, ഒരു സമാനതകളില്ലാത്ത. അത് നമ്മൾ ശ്രദ്ധിക്കുന്ന കാര്യം എന്ന് വെച്ചാൽ ഈ UAE എന്ന് പറയുന്ന രാജ്യമാണ് ഇറാൻ്റെ ഏറ്റവും വലിയ ടാർഗറ്റ്. ഏത് ഇസ്രായേലും അമേരിക്കയും കഴിഞ്ഞാൽ 2600 തവണയാണ് ഈ യുദ്ധകാലത്ത് UAEയുടെ മേൽ ഇറാൻ ആക്രമണം നടത്തിയത്. 2600 തവണ. അമേരിക്ക നമുക്കൊരു വിശ്വാസം നഷ്ടപ്പെട്ടു വന്ന സാഹചര്യം അവർക്കുണ്ടായപ്പോൾ അവർ ഇസ്രായേലിന്റെ സഹായം തരികയും ഇസ്രായേൽ അയൺ ഡോം കൊടുക്കുകയും ചെയ്തു. മറ്റൊരു കാര്യം ശ്രദ്ധിക്കണം, സൗദി അറേബ്യയും പാകിസ്ഥാനും തമ്മിൽ ഒരു കരാറിൽ ഏർപ്പെടുന്നു, ഒരു പ്രതിരോധ കരാർ. ഇന്ത്യ വളരെ അസ്വസ്ഥമായി. അന്ന് ഇന്ത്യയും സൗദിയും തമ്മിൽ തരക്കേടില്ലാത്ത ബന്ധം. അടിസ്ഥാന പ്രശ്നങ്ങളൊന്നും പാകിസ്ഥാന്റെ ഗതികാരം കൂടിയാണ്, സാമ്പത്തിക. അവിടെ ശ്രദ്ധിക്കണം, ഇന്ത്യ എന്താ ചെയ്ത്, പാകിസ്ഥാൻ എന്താ ചെയ്യുന്നറിയോ, അല്ല UAE എന്താ ചെയ്യുന്നറിയോ, $3.5 ബില്യൺ UAE പാകിസ്ഥാൻ ലോൺ കൊടുത്തിരുന്നു, തിരിച്ചു തരാൻ പറഞ്ഞു. ആ ഇന്ത്യക്ക് വേണ്ടി ചെയ്തതാണ്. ആ $3.5 ബില്യൺ സൗദി അറേബ്യ പാകിസ്ഥാൻ കൊടുത്തു. ഇത് കടം വിട്ടു. അവിടെ കടം വാങ്ങിച്ച് പാരം കൊടുക്കാവുന്ന കുറെ പ്ലെയിൻ എടുത്ത് കൊടുത്തു പാകിസ്ഥാന്. ആലോചിച്ചു. അപ്പൊ UAEയും ഇന്ത്യയും തമ്മിലുള്ള ഒരു അതിസൂക്ഷ്മവും അത്യൂഷ്മളവുമായൊരു ബന്ധം. മാത്രമല്ല UAEയുടെ ഇന്നത്തെ UAE വളർന്നു വരാനുള്ള അന്നത്തെ എല്ലാ ഇന്ത്യൻ തൊഴിലാളികളുടെ സേവനത്തെ അവരെല്ലാ കാലത്തും അവിടുത്തെ ഭരണാധികാരികൾ എപ്പോഴും നമ്മളെ വാഴ്ത്തുമായിരുന്നു, ഇന്ത്യയിലെ തൊഴിലാളികൾ ചെയ്ത സേവനം. ഇന്നത്തെ ഈ UAE ഇത്രയും വലിയ സ്വർഗ്ഗലോകം പോലത്തെ സ്ഥലം ഉണ്ടാക്കിയെടുക്കുന്നത്. ഇപ്പം നമ്മൾ വലിയ ബന്ധമാണ്, വലിയ അടുപ്പമാണ്. അതുകൊണ്ടാണ് ആ പ്രസിഡന്റ് പോയി സ്വീകരിച്ചതും കെട്ടിപ്പിടിച്ചതും വിമാനം അയച്ചതും. ആ ഇന്ത്യ UAE തമ്മിലുള്ള ബന്ധം ഇവിടെ പലരും മോദി ചാണകത്തലയൻ എന്നൊക്കെ പറയുമ്പോൾ, ചാണകത്തലൻ എന്ന് പറയുമ്പോൾ UAE സർക്കാർ അവരുടെ ഒരുമിതപ്പെട്ട എല്ലാ ഗൾഫ് രാജ്യങ്ങളും അവരെ പരമോന്നത ബഹുമതി നൽകി ആദരിച്ചിട്ടുണ്ട്. സിവിലിയൻ 8ാം തവണയാണ് മോദി UAE പോകുന്നത്. വേറൊരു രാജ്യത്ത് മോദി ഇത്ര തവണ പോയിട്ടില്ല. മാത്രം ഈയിടയ്ക്ക് പെട്ടെന്ന് അവിടുത്തെ പ്രസിഡന്റ് ഇവിടെ വന്നിരുന്നല്ലോ. അതൊരു പ്രധാനപ്പെട്ട കാര്യത്തിൽ ഒരു അഭിപ്രായം ചോദിക്കാൻ വന്ന ഫോണിൽ വിളിക്കാൻ പറ്റത്തില്ലാത്ത കാരണം നേരിട്ട് വന്ന് 3 മണിക്കൂർ ഉണ്ടായിരുന്നുള്ളൂ. പ്രധാനപ്പെട്ട ഒരു കാര്യത്തിൽ മോദിയുടെ അഭിപ്രായം ചോദിച്ചു, മോദി അഭിപ്രായം പറഞ്ഞു, തിരിച്ചു പോയി. അത്ര മോദി പറഞ്ഞ എന്റെ ജ്യേഷ്ഠ സഹോദരൻ UAEയുടെ ഇന്ത്യയുടെ അംബാസഡർ പറഞ്ഞത് ഈ യുദ്ധം അവസാനിപ്പിക്കണമെങ്കിൽ മോദിയുടെ ഒരു ഫോൺ കോൾ മതി. 2 പേർ ഓരോ വിളി വിളിച്ചാൽ യുദ്ധം അവസാനിക്കും. 35 ലക്ഷം ഇന്ത്യക്കാരുകളുണ്ട്. അതെ, ഇന്ത്യയുടെ 3ാമത്തെ വലിയ ട്രേഡിംഗ് പാർട്ണറാണ് UAE. UAEയുടെ ഏറ്റവും വലിയ ട്രേഡിംഗ് പാർട്ണറാണ് ഇന്ത്യ. അപ്പോൾ ഇനിയിപ്പം ഞാൻ ഈ പുതിയ ഈ $5 ബില്യൺ കരാറാണ് ഇന്ത്യയായിട്ട് ഇന്നലെ ഒപ്പുവെച്ചത്. അതിൽ ഒരു കാര്യം, UAEയുടെ എണ്ണ സംഭരണശാല ഇങ്ങോട്ട് കൊണ്ടുവരിക.
അത് അതൊരു ഭയങ്കര ഭയങ്കര പ്രത്യേകിച്ച് അതായത് ഇവർക്ക് ഈ ഹോർമോസ് കടലെടുക്കിൽ ആശ്രയിച്ചുള്ള ഈ കച്ചവടങ്ങൾ പുനഃചിന്തിക്കണം. ഇപ്പം നമ്മൾ ഒരുപക്ഷെ ബദൽ വഴികൾ കണ്ടെത്താം. ഇന്ത്യ ഇപ്പോൾ തന്നെ ഈ വ്ളാഡിവോസ്റ്റോക്ക് എന്ന് പറഞ്ഞ സൈബീരിയൻ വ്ളാഡിവോസ്റ്റോക്ക് എന്ന സ്ഥലമുണ്ട്. ഈ വ്ളാഡിവോസ്റ്റോക്കിൽ നിന്ന് മറുഭാഗം വഴി, അതായത് ഇപ്പം വരുന്ന യൂറോപ്പ് വഴിയാണ്, മറുഭാഗം വഴി നമ്മൾ ആ ജപ്പാന്റെ ഒക്കെ സൈഡിൽ കൂടെ ബർമയുടെ ഒക്കെ സൈഡിൽ കൂടെ ഒരു പുതിയ സമുദ്രപാതയ്ക്ക് രൂപം കൊടുക്കുന്നുണ്ട്. അപ്പൊ ഇത് വേണ്ട, ഏത് ഈ ഹോട്ടലുകൾക്ക് വേണ്ട, അത്തരം പദ്ധതിക്ക് രൂപം കൊടുക്കുന്നത്. അപ്പം വലിയൊരു മാറ്റത്തിന്റെ തുടക്കമാണ് UAE ഇന്ത്യയും തമ്മിലുള്ള ഊഷ്മളമായ ബന്ധം. അതല്ല, UAE നമ്മുടെ പ്രധാനമന്ത്രി അവിടെ സന്ദർശനം നടത്തി ഇത്രയും വലിയ സംഭവമായിട്ട് നമ്മുടെ നാട്ടിലെ മാധ്യമങ്ങൾ ഒരു വാർത്തയും കൊടുക്കുന്നില്ല. ഒരു വാർത്തയും. നമ്മൾ മോദി വിരുദ്ധരാണ് നമ്മുടെ നാട്ടിലാണ്. എന്തായാലും ഇതാണ് ഇന്നത്തെ ഒരു 2 പ്രധാനപ്പെട്ട സംഭവങ്ങൾ നമ്മൾ ചുരുക്കി പറഞ്ഞതാണ്. മുഖ്യമന്ത്രി ആഭ്യന്തരമന്ത്രി ആരും ഇന്ന് രാത്രിയോടെ തീരുമാനം ഉണ്ടാവുമെന്ന് കരുതുന്നു. നാളെ എന്തായാലും തീരുമാനമുണ്ടാവും. പക്ഷേ മന്ത്രിമാരുടെ വിഭജനം ഒരു തർക്കമായി തോന്നുന്നു. ഒരുപാട് പേർക്ക് അവകാശങ്ങളുണ്ട്. ആകപ്പാടെ 21 മന്ത്രിമാരെ ഘടകകക്ഷികളെല്ലാം കൂടെ ആകത്തുള്ളൂ. ഘടകകക്ഷികൾക്ക് തന്നെ കൊടുക്കണം 10. അതിനപ്പുറത്തേക്ക് വേണം ബാക്കി 11 കൊണ്ട് ഇവർക്കെല്ലാം വിധിച്ചെടുക്കാൻ.